ഇന്ന് ഓഗസ്റ്റ് 6 ലോകസമാധാന ദിനമായിട്ട് ലോകമെമ്പാടും ആചരിക്കുന്ന ദിവസം ASA കേരള എന്ന ഞങ്ങളുടെ ഒരു അലുമിനി അസോസിയേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചങ്ങമ്പുഴ നഗറിൽ ഒരു പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ASA കേരള എന്ന് പറഞ്ഞാൽ ഒരു അലുമിനി അസോസിയേഷനാണ്. അതിൻ്റെ റൂട്ട്സ് ജപ്പാനിലാണ്. ജപ്പാനിലുള്ള AOTS എന്ന സംഘടനയുടെ ഒരു അലുമിനി അസോസിയേഷനാണ് ASA കേരള. ഇന്ന് സംസാരിക്കുന്ന ഞാൻ ASA കേരളയുടെ സെക്രട്ടറി, ഇത് മിസ്റ്റർ പൗലോസ് അതിൻ്റെ പ്രസിഡൻറ്റ്. ഇന്ന് ഞങ്ങളുടെ വിശിഷ്ടാതിഥിയായിട്ട് വന്നിരിക്കുന്ന അയോക്കി സെൻസി ജപ്പാൻ ഫൗണ്ടേഷനിലെ ഡൽഹിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ജോസഫ് ഫിലിപ്പ്, ഈസ് ദ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ASA കേരള. ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രസംഗ മത്സരം നടത്തി, ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചിത്രരചന നടത്തി, അതിനെല്ലാം ഞങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. ASA കേരള എന്ന ഒരു സ്ഥാപനം വർഷങ്ങളായി ട്രെയിനിങ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങളുടെ ഓഫീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തുള്ള നിപ്പോൺ കേരള സെൻറ്ററിലാണ്. അവിടെ ഞങ്ങൾ റെഗുലറായിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് നടത്തുന്നുണ്ട്. അതുപോലെ വിദേശത്ത് നിന്ന് പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വരികയും ഇവിടെ ട്രെയിനിങ് ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് പല പ്രൊഫഷണൽസിനെയും ജപ്പാനിലേക്ക് അയക്കുകയും അവർക്ക് അവിടെ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി. ഇത് കൂടാതെ ജപ്പനീസ് ലാംഗ്വേജ് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ട്രെയിനിങ് ആണ് ഞങ്ങൾ ജപ്പാനീസ് ലാംഗ്വേജ് ട്രെയിനിങ്ങിന് വേണ്ടി കൊടുക്കുന്നത്. സെക്രട്ടറി നേരത്തെ പറഞ്ഞു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ കാര്യം. അപ്പോൾ നമുക്കിപ്പോൾ വരുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഈ ഓഗസ്റ്റ് 18 തുടങ്ങുന്നതാണ്. ഘാനയിൽ നിന്ന് 15 പേര് വരുന്നുണ്ട്. ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷനും സബ്സ്റ്റേഷനും ഒക്കെയാണ് അതിൻ്റെ സബ്ജക്റ്റ്. 4 പ്രഗത്ഭരായിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് അതിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ദേ വിൽ ബി ഹിയർ ഫോർ 2 വീക്സ്. 10 ദിവസത്തെ ക്ലാസ്സാണത്. അതിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഫൈനൽ സ്റ്റുഡൻസിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. 5 പേര് ആൾറെഡി ഓക്കെ പറഞ്ഞു. 3-4 പേര് കൂടി എക്സ്ട്രാ വരുമായിരിക്കും. അവർക്കും അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ട്രെയിനിങ്ങാണ് അവരുടെ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ പൗലോസ് സാറ് നേരത്തെ സംസാരിച്ചു, നമ്മൾ ഇപ്പോൾ 20ഓളം പേര് ഘാനയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ ജപ്പാനിലേക്കും അയക്കുന്നുണ്ട് എന്നുള്ള അല്ലേ. അപ്പോൾ സാറേ ഇതിനൊക്കെ നമ്മൾ ഒരുപാട് എന്തായാലും സാമ്പത്തികം ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ സ്പോൺസേഴ്സ് ആയിട്ടാണോ അല്ല എങ്ങനെയാണ് അതിൻ്റെ ഈ ഫൗണ്ടേഷൻ തന്നെ? ഈ ട്രെയിനിങ്ങിന് പുറത്തുനിന്ന് ആഫ്രിക്കയിൽ നിന്നൊക്കെയുള്ള ട്രെയിനീസ് ഇവിടെ വരുമ്പോൾ അതിന് ഒരു പോർഷൻ ജാപ്പനീസ് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് സബ്സിഡി ഇല്ല. ബാലൻസ് എമൗണ്ട് ഞങ്ങളൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണെങ്കിലും ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ടാവും. ബാലൻസ് എമൗണ്ട് വരുന്ന ട്രെയിനീസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്ന ട്രെയിനീസിൻ്റെ കാര്യം. നമുക്ക് ഇത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ, നമുക്ക് കേരള സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ അല്ലെങ്കിൽ ഈ ഇവർ ഒരു പദ്ധതി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ സർക്കാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നോ? അതോ? സർക്കാരായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് 10-50 വർഷമായി. ആക്ച്വലി ഞങ്ങളുടെ ഈ കളമശ്ശേരിയിലുള്ള ഞങ്ങളുടെ ഓഫീസ് നിൽക്കുന്ന സ്ഥലം 1 ഏക്കർ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തന്നതാണ്. 90 വർഷത്തേക്ക് 1 രൂപ വർഷത്തിൽ പാട്ടത്തിന് 90 രൂപയ്ക്ക് 90 വർഷം. അതിലാണ് ഞങ്ങളുടെ ബിൽഡിംഗ് നിൽക്കുന്നത്. സർക്കാരിൻ്റെ വലിയൊരു പിന്തുണ ഉണ്ട് ഇതിന്. എപ്പോഴും ഉണ്ട് സർക്കാരിൻ്റെ പിന്തുണ. പക്ഷേ ക്യാഷ് കൊണ്ടൊന്നും പിന്തുണയ്ക്കാനായിട്ട്, ശമ്പളം കൊടുക്കാൻ ക്യാഷില്ലാത്ത സർക്കാർ എങ്ങനെ ജപ്പാൻ ഇതിന് തരുന്നത്? സാധിക്കില്ല. ഞങ്ങളുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എല്ലാവരും സീനിയർ എൻജിനീയേഴ്സും ബിഗ് ഇൻഡസ്ട്രിയലിസ്റ്റും ഒക്കെ ഒരുപാട് പേരുണ്ട് ഈ മെമ്പേഴ്സ്. ജപ്പാനിൽ ട്രെയിനിങ്ങിന് പോയവർക്ക് മാത്രമേ ഇതിൽ മെമ്പറാകാൻ പറ്റൂ. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ആർക്കും പെട്ടെന്ന് വന്നങ്ങോട്ട് ഇല്ല മെമ്പർ ആകാൻ പറ്റില്ല. ഏതെങ്കിലും ട്രെയിനിങ്ങിന് പോയവർക്ക് മാത്രമേ ഞങ്ങളുടെ മെമ്പറാകാൻ പറ്റൂ. അത് 435 പേരോളം ഉണ്ട് കേരളം ഓൾ ഓവർ. നമ്മൾ ജപ്പാനിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇവിടെ 435ഓളം പേരുണ്ട്. ഓക്കെ, അല്ല കൂടുതൽ പേരുണ്ടാവും. ഞങ്ങളുടെ മെമ്പേഴ്സായിട്ട് 435. അത് ഫസ്റ്റ് ട്രെയിനിങ്ങിന് പോയത്
ഇതിൻ്റെ ജപ്പാനിലെ സ്ഥാപിതമായത് 1959 നമ്മളിവിടെ 63 തുടങ്ങി. 59 എന്ന് പറഞ്ഞാൽ 59 തന്നെ അവർ നടത്തിയ ഒരു ട്രെയിനിങ്ങിൽ കേരളത്തിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇത്രയും വർഷത്തെ ഒരു ബന്ധമുണ്ട് അല്ലേ നമ്മളുമായിട്ട്. ഞങ്ങളൊക്കെ ഈ പീരീഡിൽ പലപ്പോഴായിട്ട് പോയവരാണ്. ഞാനൊക്കെ കുറച്ച് നേരത്തെ പോയ ആളാണ്. ഞാൻ 83 പോയതാണ്, ജപ്പാനിൽ പോയതാണ്. 7 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അന്ന് അവിടെ. ഇതൊക്കെ ട്രെയിനിങ് പീരീഡൊക്കെ കുറഞ്ഞു. പിന്നെ അവരുടെ ഒരു നയം അനുസരിച്ച് ഇന്ത്യ മിക്കവാറും ആ ട്രെയിനിങ്ങിൽ നിന്ന് അങ്ങോട്ട് വിളിച്ച് ഫ്രീ ആയിട്ട് തരുന്ന ട്രെയിനിങ്ങിൽ നിന്ന് ഔട്ടാകും. എന്താ വെച്ചാൽ വേൾഡ് ഓവർ അറിയാം ഇന്ത്യ ഡെവലപ്പ് ചെയ്തെന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യ മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ജാപ്പനീസ് ഗവൺമെൻറ് ചെലവഴിച്ച് ട്രെയിനിങ് തരേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മളിന്ന് മനോഹരമായ ചിത്രങ്ങൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ കണ്ടന്റ് തീം ഹിരോഷിമ തന്നെയായിരുന്നോ ഇന്നത്? ഹിരോഷിമ എന്നല്ല, കുട്ടികൾ വരച്ച ചിത്ര മത്സരത്തിനും കുട്ടികളുടെ പ്രസംഗത്തിനും പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് വരച്ചതിനെല്ലാം ഒരേ തീമായിരുന്നു. നോ ടു വാർ, യെസ് ടു പീസ്. അതായിരുന്നു നമ്മുടെ തീം അല്ലേ? 皆さんこんにちは。Hello everyone. I'm Sayaka Aoki. I'm Japanese language advisor at Japan Foundation. And today, ASA Kerala Association, everyone invite me to this very good, big, very happy. Anyway, very good opportunity, very important opportunity. So I think I'm very happy to be here. Thank you so much. ありがとうございます。 ജോസഫ് ഫിലിപ്പാണ്, ഇപ്പോൾ കറണ്ട് വൈസ് പ്രസിഡൻ്റ് ഓഫ് AOTS ആണ്. നമ്മുടെ ഓർഗനൈസേഷൻ കഴിഞ്ഞ 60 ചില്ലുവാനം വർഷങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് കേരളത്തിലെ പഴയ ജാപ്പനീസ് കൊളാബറേറ്റഡ് കമ്പനീസുമായിട്ട് ഉള്ള ആ ഒരു പീരീഡിൽ ലേറ്റ് 50s ആൻഡ് 60s ഇവിടെ തുടങ്ങിയ കമ്പനികളുടെ ട്രെയിനീസ് ജപ്പാനിൽ പോയി ട്രെയിനിങ് എടുത്ത ഒരു സമയത്ത് തന്നെ ആ സമയത്ത് തുടങ്ങിയതാണ്. ഇപ്പം വി ആർ പ്ലാനിങ് ടു extend the training programs from Kerala to other parts of the world, especially the African countries and all those. So that is our current activity. Japan Foundation is one Japanese government organization, and in India there is one office in New Delhi. And I'm a Japanese language advisor, and I'm living in Bangalore, and I always make a teacher training or students workshop in South India, the Kerala state or Tamil Nadu state or Karnataka state, like the 3 states? Andhra Pradesh state. Yes, 4 states. So sometimes some association invite me like this for very important ceremony. Yes, and I can join like this. Thank you for joining. Thank you. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചങ്ങമ്പുഴ പാർക്കിലാണ്. ഇവിടെ ഇന്ന് ഹിരോഷിമ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഫോട്ടോ എക്സിബിഷൻ ഉണ്ട്. അത് കണ്ടക്ട് ചെയ്തത് നമ്മുടെ ആർക്കിടെക്റ്റും അധ്യാപകനുമായിരുന്ന ശംസുദ്ദീൻ സാറാണ്. നമുക്ക് സാറിനോട് തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സാറേ നമസ്കാരം. അപ്പോൾ സാറേ ഇതിനെപ്പറ്റി നമ്മൾക്ക് ഫോട്ടോ എക്സിബിഷനൊക്കെ കണ്ടക്ട് ചെയ്ത് നമ്മൾ ധാരാളം ഫോട്ടോസ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വളരെ പ്രധാനപ്പെട്ട ഫോട്ടോസൊക്കെയാണ് നമ്മൾ എക്സിബിഷന് വെച്ചിരിക്കുന്നത്. അത് ഈ വാറുമായിട്ടുള്ള എല്ലാം തന്നെ വാറുമായിട്ടുള്ള. ഞാൻ അവിടെ പീസ് മെമ്മോറിയൽ പാർക്കിൽ ഞാൻ ലോങ് ടൈം അവിടെ ഹിരോഷിമയിൽ താമസിച്ചിരുന്ന ആളാണ്. അപ്പോൾ സ്ഥിരം ഹിരോഷിമ പാർക്കിലൊക്കെ പോകുകയും അതൊക്കെ കാണുകയും അവിടുത്തെ അവസ്ഥകൾ നേരിട്ട് കണ്ട. പക്ഷേ അങ്ങനെയല്ല, കണ്ടറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല ഹിരോഷിമയാണ്. പണ്ടത്തെ ഒരു അവരുടെ കഴിവ്, അവർ ഫീനിക്സ് പക്ഷിയെ പോലെയാണ്. വളരെ പെട്ടെന്ന് ഉദയസൂര്യൻ്റെ നാടാണ്. അവർ ഉയരും. അവരെ പഴയ ഇതൊക്കെ പോയി അവർ നല്ല ടൗണൊക്കെ ഹിരോഷിമ സിറ്റിയൊക്കെ ഭയങ്കര ഒരവശിഷ്ടമില്ല. ആളുകളിലുള്ള ഈ ഇത് ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ഹിബാക്കുഷ എന്ന് പറയുന്ന കുറച്ച് ഈ അന്നത്തെ ഇതിൽ എക്സ്പോസ്ഡായ കുറേ ജപ്പാൻകാരുണ്ട്. അവർക്കുള്ള അവരെ ഒരിടത്ത് ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിച്ചിരിക്കുന്നതാണ്. അവർക്കുള്ള ബുദ്ധിമുട്ടുകളാണ് ഇന്ന്. അല്ലാതെ പുറത്തൊക്കെ എല്ലാം നല്ല അണുബോംബ് പ്രയത്നത്തിന് ശേഷം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറച്ച്. അതെ, ഇതിൻ്റെ എപ്പി സെൻറ്ററിന് തൊട്ടടുത്തൊക്കെ ഉള്ളവരൊക്കെ മിക്കവാറും കരിഞ്ഞു പോവുകയോ വേപ്പറൈസ് ചെയ്ത് പോവുകയും ചെയ്തു. അകലെയുള്ളവർ പോലും ചില സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഒരു ഷെയ്ഡ് ഉണ്ട് ഇവിടെ, ആൾ വേപ്പറൈസ് ചെയ്ത് പോയി.
അപ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറം ഉണ്ടായ ആളുകളുടെ ഇതൊക്കെയാണ് ഇത്രയെങ്കിലുമൊക്കെ നമ്മൾ പിന്നെ എടുക്കാൻ വിക്ടിംസിനെ നമ്മൾ കാണുന്നത്. അത് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ളവരാണ്, എപ്പി സെൻറ്റർ അല്ല. അത്രയും ആഘാതം ഉണ്ടാക്കിയൊരു അത് ഒരു പരീക്ഷ നടത്തുകയായിരുന്നു ജനങ്ങളുടെ മേലെ. ഒരു സാധാരണ ജനങ്ങൾ രാവിലെ കളിക്കാനും ഇതിനൊക്കെ വന്ന കുട്ടികൾ പോലും അതിനകത്തൊക്കെ ഇരയായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഫോട്ടോ എക്സിബിഷൻ കണ്ടിട്ട് ഒരുപാട് പേര് അഭിപ്രായം സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലർക്കും പറഞ്ഞു. അതിപ്പോൾ നമ്മൾ അതിനകത്ത് ഓരോന്നും വളരെ പ്രധാനപ്പെട്ട പല ഫോട്ടോസുണ്ട്. അത് നമ്മളെ കരളലിയിപ്പിക്കുന്നതാണ്. നമുക്ക് എന്തായാലും അപ്പോൾ നമുക്ക് ആ ഫോട്ടോസ് കൂടെ കണ്ടിട്ട് നമുക്ക് അതൊന്ന് പ്രേക്ഷകർക്ക് കൂടെ കാണിച്ചു കൊടുക്കാം. Sumimasen. Hi des. Wadashiba Shamsun des. Nihonni Wadashiba Bingo Shimashita ka. Bingo Shimashita. ഇന്ന് ഞങ്ങൾ ASA കേരളയുടെ ഫോട്ടോ എക്സിബിഷനും ഇവിടെ ഹിരോഷിമ ഡേ പ്രോഗ്രാമും കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ ഫോട്ടോ എക്സിബിഷൻ്റെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിലൊരു വലിയ ട്രാജിക് സ്റ്റോറിയുണ്ട്. അതായത് ഇതിൽ പിന്നെ റേഡിയേഷനിൽ എക്സ്പോസ് ചെയ്തിട്ടൊരു സഡാക്കോ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അതിന് ബ്ലഡ് ക്യാൻസർ വന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടുകാരും മറ്റുള്ളവരൊക്കെ പറഞ്ഞു 10,000 ഈ ഒറിഗാമി ഈ പക്ഷികൾ ഉണ്ടാക്കി, അതാണ് പക്ഷിയുടെ അതിൻ്റെ പക്ഷികൾ ഉണ്ടാക്കിയാൽ നിൻ്റെ രോഗം മാറും ഒരു വിശ്വാസം ഉണ്ടാക്കിയതാണ്. പക്ഷേ അതിന് മുമ്പ് കുട്ടി മരിച്ചു. പക്ഷെ പിന്നെ അവളുടെ കൂട്ടുകാരൊക്കെയാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിന്ന് മറ്റൊരു അതിഥി കൂടെ ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിൽ നിന്ന് വന്ന ഭഗത്താണ്. ഭഗത്ത് ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഭഗത്ത് ഇന്ന് ചങ്ങമ്പുഴ പാർക്കിൽ ഇങ്ങനെ ഒരു ഹിരോഷിമ ഡേ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അല്ലേ ഭഗത്തെ? അപ്പോൾ ഭഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗത്ത് നന്നായിട്ട് ജപ്പാൻ ഭാഷ സംസാരിക്കുന്നതാണ്. ഭഗത്ത് ഇപ്പോൾ എത്ര വർഷമായിട്ട് ജപ്പാൻ ഭാഷ പഠിക്കുന്നുണ്ട്? ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായിട്ട് ജപ്പാൻ ഭാഷ. എന്താണ് ഇങ്ങനെ ജപ്പാൻ ഭാഷ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരാൻ കാരണം? അത് ഒരു കാരണം മാത്രമല്ല, ഞാൻ കൊച്ചിലോട്ട് കരാത്തെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനെ തുടർന്ന് JKFന്റെ അതായത് ജാപ്പനീസ് കരാത്തെ ഫെഡറേഷന്റെ ട്രെയിനിങ്ങിന് വേണ്ടി ജപ്പാനിൽ പോയി. അങ്ങനെ അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ അറിയാതെ ഇഷ്ടപ്പെട്ട് പഠിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം നമ്മൾ മാർഷൽ ആർട്സിലൂടെയാണ് ജപ്പാൻ ഇഷ്ടപ്പെടാൻ കാരണം. അങ്ങനെ അതും ഉണ്ട്. പിന്നെ അതുപോലെ നമുക്കറിയാലോ ഇപ്പോൾ ഹിരോഷിമയുടെ കാര്യം അങ്ങനെയൊക്കെ പല വഴി, ഇപ്പോൾ ആനിമേഷൻ മൂവി അതുപോലെയൊക്കെ പല വഴികളോടെ അറിയായിരുന്നു. പിന്നെ കൊച്ചിലോട്ടെ അതിൻ്റെ ഒരു ഇഷ്ടം ഇങ്ങനെ വളർന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ജപ്പാനിൽ എന്തെങ്കിലും ഒരു കാര്യം എന്നിട്ട് ജപ്പാനിൽ പറഞ്ഞിട്ട് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാം. ഓക്കെ ഹജിമിമാഷിത്തെ വതശി വ ഭഗത് തോമഷിമാസ്. അപ്പോൾ എന്താ പറഞ്ഞത്? നൈസ് ടു മീറ്റ് യു, ഐ എം ഭഗത്. ഓക്കെ, നൈസ് ടു മീറ്റ് യു, ഐ എം ഭഗത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എന്നെ കൂടെ പഠിപ്പിച്ചില്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഭഗത്തിനെ പരിചയപ്പെട്ടില്ല, ഒരുപാട് സന്തോഷം. 戦争は止めなければなりません。戦争は止めなければなりません。We should stop war and pray for peace. മേഡം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത് എന്ന് അവരുടെ ഭാഷയിൽ നമ്മൾക്ക് മനസ്സിലാക്കി തന്നാണ്. കാരണം അതിനു വേണ്ടിയാണ് ഇവരൊക്കെ പോരാടുന്നതും. അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ നമ്മൾ ഏതൊരു മനുഷ്യൻ്റെ ആവശ്യം നമുക്ക് യുദ്ധമല്ല സമാധാനം തന്നെയാണ് വേണ്ടത്. അപ്പോൾ അത് അവരുടെ ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നന്ദി, നമസ്കാരം, താങ്ക് യു.